നമസ്കാരം, ഞാൻ ഡോക്ടർ അക്സർ, എപ്പിയോൺ സ്പൈൻ ആൻഡ് പെയിൻ കെയർ സെൻ്ററിലെ പെയിൻ ഫിസിഷ്യനാണ്. മുട്ടുവേദനയ്ക്ക് ഇപ്പോൾ പല രീതിയിലുള്ള നോൺ സർജിക്കൽ ചികിത്സാ രീതികളുണ്ട്. ലൈക്ക് നമ്മുടെ പ്രോലോ തെറാപ്പി ഉണ്ട്, റീജനറേറ്റീവ് തെറാപ്പി തന്നെ സ്റ്റെം സെൽ തെറാപ്പി ഉണ്ട്, PRP തെറാപ്പി ഉണ്ട്, അഡിപ്പോസ് തെറാപ്പി ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ലാതെ RFA കുറിച്ചാണ്. RFA അഥവാ കൂൾഡ് RFA തെറാപ്പി കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ മുട്ടിലുണ്ടാകുന്ന വേദന നമ്മൾ അറിയുന്നത് ജെനിക്കുലർ നെർവ്സ് വഴിയാണ്. ജെനിക്കുലർ നെർവ്സ് വഴി വേദനയുടെ സിഗ്നൽ മുട്ടിൽ നിന്നും തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് വേദന നമ്മൾ അനുഭവപ്പെടുന്നത്. RF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വഴി ഈ പോകുന്ന സിഗ്നൽസിനെ ന്യൂറോ മോഡുലേഷൻ വഴി ബ്ലോക്ക് ചെയ്യും നമ്മൾ. അങ്ങനെയാണ് പെയിൻ റിലീഫ് പേഷ്യൻറ്റിന് കിട്ടുന്നത്. ഇത് 2 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കാണ്. അതായത് ഓരോ വ്യക്തിക്കും പെയിൻ സെൻസിങ് നെർവ്സ് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ആ പെയിൻ സെൻസിങ് നെർവ്സിനെ അൾട്രാസൗണ്ട് യൂസ് ചെയ്തോ അല്ലെങ്കിൽ CM യൂസ് ചെയ്തോ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്ഥലത്ത് നമ്മളൊരു 1 ml ലോക്കൽ അനസ്തീഷ്യ തരുന്നതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ നേരം വരെ ആ വ്യക്തിക്ക് വേദന 70 മുതൽ 100% വരെ കുറഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ RFA പ്രൊസീജിയർ ചെയ്തുകൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ. ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് പോസിറ്റീവായിട്ടുള്ളവർക്കാണ് നമ്മൾ മെയിൻ RFA ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. കാരണം ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് ചെയ്യുന്ന വഴി ഏത് ജെനിക്കുലർ നെർവ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ആ ജെനിക്കുലർ നെർവ്സിന് നമ്മൾ അൾട്രാസൗണ്ടോ CMO യൂസ് ചെയ്ത് RF ഇലക്ട്രോഡ്സ് അവിടെ പ്ലേസ് ചെയ്യും. ആ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തതിന് ശേഷം RF ജനറേറ്റർ വഴി റേഡിയോ ഫ്രീക്വൻസി വേവ്സ് യൂസ് ചെയ്ത് ന്യൂറോ മോഡുലേഷൻ നമ്മൾ ആ ഏരിയ ചെയ്യും. അതിന് വേണ്ട രീതിയിലുള്ള ലോക്കൽ അനസ്തീഷ്യ എല്ലാം കൊടുത്ത് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ ആയിരിക്കും എൻ്റെ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു തികച്ചും സേഫായ ഒരു ചികിത്സാ രീതിയാണ്. സാധാരണ നമ്മളൊരു നീഡിൽ റിലേറ്റഡ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഉള്ള സൈഡ് എഫക്ട്സ് പോലെ, അതായത് ആ നീഡിൽ സൂചി വെച്ച സ്ഥലത്തുള്ള വേദനയോ ആ സൈറ്റിലുള്ള റെഡ്നെസ് അതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു തികച്ചും സേഫായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹാഫ് ആൻ അവർ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പേഷ്യൻ്റ് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് 3 വിഭാഗത്തിൽപ്പെട്ട പേഷ്യൻസിനാണ്. ഒന്ന്, സർജറിക്ക് അൺഫിറ്റ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സർജറിയോട് വിമുഖതയുള്ളവർ, അവർക്ക് സർജറിയോട് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ RFA പ്രൊസീജിയർ അഡ്വൈസബിളാണ്. മൂന്നാമത് TKR അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്തതിന് ശേഷവും വേദന സഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ RFA പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. ഈ പ്രൊസീജിയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, 1, സ്റ്റിറോയിഡ് ഈ പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്നില്ല. 2, ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട. 3, ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല.